ആദ്യമായി പൂരം കാണാൻ വരുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി പൂരം കാണാൻ എത്തുന്നവരെ നമ്മൾ കണ്ടു, അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പൂരം ഓരോ വർഷവും ആസ്വദിച്ച്, ഈ തൃശ്ശൂർ പൂരം മാത്രമല്ല, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് എത്തുന്ന ഈ വടക്കൻ കേരളത്തിൻ്റെ, പാലക്കാടിൻ്റെ, തൃശ്ശൂരിൻ്റെ ഓരോ പൂരത്തെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവർ സംസാരിച്ച് കേട്ടു. ഇതാണ് തൃശ്ശൂരിൻ്റെ പൂര ദിവസത്തെ ഒരു രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചയുടെ കൃത്യം ഉദാഹരണം അതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കീർത്തി, ഇതാണ് നമുക്ക് ഈ നേരം ഇവിടെ നിന്ന് നൽകാനുള്ള പൂര വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. നമുക്ക് കീർത്തി, ഇതെല്ലാം രാവിലെ MLA ശ്രീ ബാലചന്ദ്രൻ കൂടി നമ്മൾക്കൊപ്പം എത്തുന്നു. തൃശ്ശൂരിൻ്റെ പൂരം ലോകമെമ്പാടുമുള്ള മലയാളിയുടെ പൂരമാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ MLA എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മലയാളിയെ തൃശ്ശൂരിൻ്റെ ഈ പൂരത്തിലേക്ക് ഇത്തവണ ക്ഷണിക്കുന്നത്? ഞാൻ ഈ പൂരത്തിൻ്റെ സംവിധാന വൈഭവം ശക്തൻ തമ്പുരാൻ്റെ കാലം മുതൽ ഇതിൻ്റെ ഒരു സമയക്രമം, അതുപോലെ തന്നെ സംവിധാനക്രമം, അത് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കുന്നതാണ്. അതായത് ഈ സമയക്രമം എന്ന് പറഞ്ഞത് വിസ്മയിപ്പിക്കുന്നത് തന്നെ. അത് 48 മണിക്കൂർ നേരം ഏതൊക്കെ ചടങ്ങുകൾ നടക്കണം. നട തള്ളി തുറന്നു കഴിഞ്ഞാൽ, ഈ തെക്കേ ഗോപുരത്തിൻ്റെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ മിനിറ്റും ഈ പൂരവുമായി കൂട്ടിയിണക്കുന്ന ഘടകപൂരങ്ങളുടെ വരവ് തൊട്ട് എല്ലാ സംവിധാനങ്ങളും ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. മതേതരമാണ്, ജനാധിപത്യപരമാണ്. ഇതൊരു യാതൊരു വിധത്തിലുള്ള വർണ്ണലിംഗ വ്യത്യാസങ്ങളുമില്ല. ഇത്തവണ പെണ്ണിടങ്ങൾ പോലും സ്ത്രീ പൂരം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക്, സ്ത്രീകൾക്ക്, ഇങ്ങനെ ഒരു പൂരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഈ കാലത്ത് കൂടുതലായി പൂരം കാണാനും ഒക്കെ ഇവിടേക്ക് വരാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം പകരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയുള്ള ഇടമൊരുക്കുന്നു എന്നാണ്. അതെ. സ്ത്രീകളുടേതായ ഒരു ഇടം പൂരത്തിൽ, അത് ഭിന്നശേഷിക്കാരുടേതായ ഒരു ഇടം പൂരത്തിൽ, അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പൂരമാണ് ഇവിടെ നടക്കുന്നത്. വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവിധ ആഘോഷങ്ങളും ഇവിടെ നടത്തപ്പെടുന്നു. ഇവിടെ അതുപോലെ തന്നെ ഒരു പൂരം യഥാർത്ഥത്തിൽ ഇതുപോലെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കാഴ്ചകളുണ്ടല്ലോ, ഈ കാഴ്ചകളുടെയും ഒരു പൂരമാണ്. ആ അനുഭവം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തെക്കോട്ടിറക്കമായാലും ഇലഞ്ഞിത്തറമേളം വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാദ സിംഫണിയാണ് ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം, മഠത്തിൽ വരവ്, ഇതെല്ലാം ഈ പൂരത്തിൻ്റെ വളരെ വളരെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, താങ്ക് യു MLA, താങ്ക് യു.